സ്ത്രീകളുടെ മാന്യത കളഞ്ഞു കുളിക്കുന്ന രീതിയിലുള്ള യാതൊരു ചൂണ്ടിക്കാട്ടിയത് എങ്ങനെ തെറ്റാകും? ഒരു കാര്യങ്ങൾ വിമർശിക്കുമ്പോൾ അത് നെഗറ്റീവായി എടുക്കാം, പോസിറ്റീവായിട്ട് പറയേണ്ട സമയത്ത് കാര്യങ്ങൾ തുറന്നു പറയുന്നവര് നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുന്നവർ. ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രേണുസുതിക്ക് അസുഖമാണെന്നുള്ള വിവരം. ചേർത്ത് പിടിക്കേണ്ട ഒരു സമയം തന്നെയാണ്. അതിൻ്റെ കാരണങ്ങൾ, അതായത് രോഗാവസ്ഥയിലുള്ള ഒരു ആള് രേണുസുതി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരാളാണെങ്കിൽ കൂടിയും ആർക്ക് രോഗം വന്നാലും നമ്മളെല്ലാം അതേ ഒരു നമ്മുടെ എല്ലാം മനസ്സ് അതുപോലെയുള്ള രോഗാവസ്ഥയിലുള്ള ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ രോഗാവസ്ഥ നമുക്ക് അറിയുവാനും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ള ഒരു ആകാംക്ഷയൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യസഹജമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് എല്ലാവർക്കും ചിന്തയിലൂടെ കടന്നു പോകുന്നത്. അത് രേണു ആണെങ്കിലും മറ്റൊരു വ്യക്തിയാണെങ്കിലും രോഗാവസ്ഥ എന്ന് പറയുന്നത് നമുക്കെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നമുക്കറിയാം. രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വന്ന ഒരു താരം തന്നെയാണ്, വൈറൽ താരം തന്നെയാണ്. അതായത് രേണുവിൻ്റെ ആ ഒരു പ്രൊഫഷണലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് രേണു കടന്നുപോയത്. അത് വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ അല്ലെങ്കിൽ വിമർശിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തോന്നിയപ്പോൾ യൂട്യൂബേഴ്സ് പലരും വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശിച്ചിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ രേണുവിനോട് സ്നേഹം തന്നെയുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും രേണുവിനോട് യാതൊരു എതിർപ്പുമില്ല. ചില വീഡിയോസുകൾ അതായത് അത് അവിടെ വേണ്ടിയിരുന്നോ അല്ലെങ്കിൽ അത് അവിടെ ഒഴിവാക്കാമായിരുന്നല്ലോ എന്നുള്ള തെറ്റുകളാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് രേണുവിനെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും അത് എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. സ്ത്രീകളുടെ മാന്യത കളഞ്ഞു കുളിക്കുന്ന രീതിയിലുള്ള യാതൊരു വീഡിയോയും വേണ്ട രേണു എന്നുള്ള സ്നേഹത്തോടെയുള്ള സംസാരമാണ് എനിക്കത് അങ്ങനെയാണ് തോന്നിയത്, മനസ്സിലായത്. അതായത് ഒരു കാര്യങ്ങൾ വിമർശിക്കുമ്പോൾ അത് നെഗറ്റീവായി എടുക്കാം, പോസിറ്റീവായിട്ടും എടുക്കാം. പക്ഷേ രേണുവിൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു രോഗമുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ ആരും തന്നെ രേണുവിനെ കുറ്റപ്പെടുത്തി കേട്ടിട്ടില്ല. അപ്പോഴും അസുഖമുള്ള ഒരു രേണുവാണെങ്കിലും അസുഖമില്ലാത്ത ഒരു രേണുവാണെങ്കിലും തെറ്റ് ചൂണ്ടിക്കാട്ടിയത് എങ്ങനെ തെറ്റാകും? ആ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് കേട്ടോ. ആ ഒരു അഭിപ്രായം തെറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അത്രയും വീഡിയോസ് വേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു ഭാഗം അവിടെ എടുത്തു കാണിച്ചപ്പോൾ അല്ലെങ്കിൽ കാട്ടിക്കൊടുത്തപ്പോൾ അല്ലെങ്കിൽ നേർവഴിക്ക് നയിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ എങ്ങനെ അവർ തെറ്റുകാരാകും? ഒരിക്കലും തെറ്റല്ല. അസുഖമുള്ള ഒരു രേണുവിനെ അല്ലെങ്കിൽ സാധാരണയിലുള്ള ഒരു രേണുവിനെ ആർക്കും രേണുവിനോടൊരു എതിരഭിപ്രായമില്ല. എല്ലാവരും രേണുവിനെ സ്നേഹിക്കുന്ന ആളാണ്. നമ്മുടെ ആരുടെയും മനസ്സ് കരിങ്കല്ലല്ല. എല്ലാവർക്കും ഒരു രോഗം കേൾക്കുമ്പോൾ എല്ലാവർക്കും വിഷമമാണ്. ശരിക്കും വിഷമമാണ്. ശരിക്കും വിഷമം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ? നമ്മൾക്ക് പരിചിതം ഉള്ള ആളാണെങ്കിലും പരിചിത ഇല്ലാത്ത ആളാണെങ്കിൽ പോലും ഒരു രോഗാവസ്ഥ കേൾക്കുമ്പോൾ നമുക്ക് അവരോടൊരു വല്ലാത്ത ഒരു നമ്മളെ ഹേർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ കൂടിയാണ് എല്ലാവരും കാണുന്നത്. പിന്നെ രേണുവിനോടൊരു പ്രത്യേക ഒരു സ്നേഹം എല്ലാവർക്കും ഉള്ളത് എന്താ വെച്ചാൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അമ്മയാണ്. ആ കുഞ്ഞിനോടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ വലിയ മോനുണ്ട്, അവരുടെയൊക്കെ ഉത്തരവാദിത്തം രേണുവിൻ്റെ കയ്യിലാണ്. അല്ലെങ്കിൽ സ്നേഹം പകർന്നു കൊടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ആ അമ്മ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഒരു അമ്മ അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരി അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുജത്തി അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂടപ്പിറപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരി ആരാണെങ്കിൽ പോലും അത് ഏത് രീതിയിലാണ് നമ്മൾ അവരെ കാണുന്നത്, ആ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ രേണുവിൻ്റെ റീൽസ് അല്ലെങ്കിൽ രേണുവിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ആർക്കും ഒരു എതിരഭിപ്രായമില്ല. അതായത് ഒരു ആർട്ട് എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു കാര്യമാണ്. ജീവിത മാർഗമാണിത്. അതൊരു ജീവിത മാർഗമാണ്. മറ്റൊരു തൊഴിൽ ചെയ്യുന്ന പോലെ ഒരു സ്ഥാപനങ്ങളിൽ നമ്മൾ പോയി ജോലി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഫീൽഡാണ് ഈ അഭിനയം എന്നുള്ള രംഗങ്ങൾ. അവിടെ ശോഭിക്കാൻ സാധിക്കുന്നത് അതുപോലെ കഴിവുള്ള ആൾക്കാർക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ രേണുവിൻ്റെ കഴിവുകൾ നമ്മൾ പറയാറുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രേണുവിൻ്റെ വീഡിയോ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നെഗറ്റീവ് കണ്ടപ്പോൾ അതായത് ചില വീഡിയോസുകൾ അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായം തുറന്നു പറയുന്നവരെല്ലാവരും മോശവും അല്ലാത്തവരെല്ലാവരും നല്ലതാണ് എന്നും പറയാൻ സാധിക്കില്ല. അതായത് പറയേണ്ട സമയത്ത് കാര്യങ്ങൾ തുറന്നു പറയുന്നവര് നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുന്നവരാണ്. സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയുവാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് കാര്യങ്ങളെ എടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും രേണുവിൻ്റെ അസുഖത്തെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ അറിഞ്ഞപ്പോൾ വളരെ വിഷമമാണ് തോന്നിയത്.
എല്ലാ ജനങ്ങളും, നമുക്കറിയാം കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ സ്ത്രീയെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ അറിയുവാൻ ആകാംക്ഷയുണ്ട്. അവരുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരും മീഡിയയിൽ കൂടി, സോഷ്യൽ മീഡിയയിൽ കൂടി അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ രേണുവിൻ്റെ ഈ രോഗക്കാര്യം രേണു പറയുമ്പോൾ മാത്രമാണ് നമ്മൾ വിശ്വസിച്ചത്. അതായത് പല ഗോസിപ്പുകളും ഉണ്ടാകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ രേണുവിൻ്റെ രോഗക്കാര്യം രേണു എന്ന് പറയുന്നത് വരെ ഉള്ള കാര്യങ്ങൾ പല ആൾക്കാരും യൂട്യൂബിലൂടെ ആണെങ്കിലും ഓരോ ന്യൂസിലൂടെയൊക്കെ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു എങ്കിൽ പോലും അതിനെ പൂർണ്ണമായും നമ്മൾ അതേ രീതിയിൽ എടുത്തത് രേണുവെന്ന് നമ്മളോട് വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു രോഗമാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഒരാൾ പറയുമ്പോൾ അപ്പോൾ അത് കേട്ടില്ല എന്ന് നടിക്കാൻ മാത്രമുള്ള ഒരു അത്രയും ക്രൂരാണോ നമ്മൾ? ഒരിക്കലുമല്ല. ഈ വിമർശിച്ചവരിൽ 100% നമുക്ക് പറയാൻ പറ്റും. വിമർശിച്ചവരിൽ എല്ലാവരും തന്നെ രേണുവിനോട് അവർക്കാർക്കും പിണക്കമില്ല. ഞാൻ സഹിതമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും രേണുവിൻ്റെ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്നവരാണ്. ചുരുക്കം ചില വീഡിയോസുകൾ അല്ലെങ്കിൽ ചുരുക്കം ചില കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് തുറന്നടച്ച് പറയും. അവരാരും മോശക്കാരല്ല. അവർക്കാർക്കും രേണുവിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അവരൊക്കെ രേണുവിൻ്റെ നന്മ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നവരിൽ എല്ലാവരും തന്നെ പറയുന്നത്. ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട. അതായത് നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ അത് കണ്ണാടിയുടെ ആവശ്യമില്ല. കാര്യം അതിങ്ങനെയാണ് എന്ന് തുറന്നു പറയാനുള്ള ഒരു മനസ്സുണ്ടവർക്ക്. രേണുവിൻ്റെ ഈ അസുഖം ധാരാളം പേര് ഇതുപോലെയുള്ള രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം സോഷ്യൽ മീഡിയ തുറന്നാൽ രേണുവിൻ്റെ വീഡിയോസുകൾ ഒരുപാട്, രേണുവിൻ്റെ കാര്യങ്ങൾ അറിയുവാനും അല്ലെങ്കിൽ പല വിധത്തിലുള്ള കമൻറ്റുകൾ അല്ലേ, അതായത് കമൻറ്റൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാ ആൾക്കാരും വളരെ ഉത്കണ്ഠാകുലരായിട്ട് അല്ലെങ്കിൽ വളരെ വിഷമത്തോടു കൂടി തന്നെ ഈ രോഗത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് രേണുവിനെ തിരിച്ച് കൊണ്ടുവരേണ്ടത് ഓരോരുത്തരുടെയും കടമയായിട്ട് തന്നെ കണ്ടുകൊണ്ട് എല്ലാവരും തന്നെ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സ്ഥിരം ഒരുപാട് കമൻറ്റുകൾ രേണുവിന് വരുന്നുണ്ട്. അതിലെല്ലാ കമൻറ്റുകളും തന്നെ, കാരണം രേണു വൈകിയാണ് നമ്മളെയൊക്കെ വിവരം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം അറിയുവാൻ വൈകിപ്പോയി അല്ലേ. രോഗമുള്ള ഒരു രേണുവിനെ ആർക്കും രേണുവിനോട് ദേഷ്യമില്ല അല്ലേ. ആ ഒരു അവസ്ഥ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ വിഷമത്തോടു കൂടിയാണ്, നമ്മൾ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ നോക്കി കാണുന്നത് ഇതിനെ അല്ലേ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ നടക്കുന്നു. ഇതെല്ലാം നമ്മൾ അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ട്. രേണു വളരെ എത്രയും വേഗം തന്നെ രോഗത്തിൽ നിന്ന് മുക്തി നേടും എന്നുള്ളൊരു പരിപൂർണ്ണ വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ പോലും രേണു അതാത് സമയത്ത് നമ്മളെ അറിയിക്കുന്നുണ്ട്, നമ്മളത് കേൾക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കാറുണ്ട്, കമൻസിലൂടെ ചോദിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ഓരോ വീഡിയോസ് രേണു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രേണുവിൻ്റെ രോഗ അവസ്ഥ എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ, അല്ലെങ്കിൽ ഇതിന് ഒരു തക്കതായ പ്രതിവിധി അല്ലെങ്കിൽ ഇതിനൊരു നല്ലൊരു ചികിത്സ രേണുവിന് കിട്ടുവാനുള്ള എല്ലാവിധ കാര്യങ്ങളും നടപ്പിലാക്കുക. എത്രയും പെട്ടെന്ന് അത് ചികിത്സ വേണ്ട രീതിയിൽ തന്നെ യഥാസമയത്തിന് തന്നെ അത് തന്നെയാണ് എൻ്റെ പോയിന്റ്. സമയോചിതമായിട്ട് തന്നെ വേണ്ട കാര്യങ്ങൾ ചികിത്സയാണെങ്കിലും അതുപോലെ മാനസികമായിട്ടുള്ള സപ്പോർട്ട് അല്ലേ, എല്ലാവരുടെയും തന്നെ വളരെ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെ എല്ലാവരും അറിയിച്ചിരിക്കുകയാണ്. പിന്തുണ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ഇതിനെ മറികടക്കും എന്നുള്ള പ്രതീക്ഷ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കുമുണ്ട്. അങ്ങനെ ആ രീതിയിൽ നമ്മൾ കാണുമ്പോൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് യഥാസമയത്ത് ലഭിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും രേണുവിന് ചെയ്തു കൊടുക്കുവാനുള്ള ആൾക്കാർ അതിനായിട്ട് മുൻപോട്ട് വന്നിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും കണ്ടറിയുന്നുണ്ട്. രേണുവിൻ്റെ ആക്ടിവിറ്റീസായ കലാരംഗത്തേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ എല്ലാവിധ സ്നേഹവും സപ്പോർട്ടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.